ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ സസ്പെൻഷൻ കേബിൾ ഈസ് സപ്പോർട്ടഡ് അറ്റ് 2.25 മീറ്റർ അപ്പാർട്ട്. അപ്പം സസ്പെൻഷൻ കേബിള് 2 പോയിന്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, 25 മീറ്റർ അപ്പാർട്ട്. അപ്പൊ ആ 2 സപ്പോർട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. അതായത് എൽ എന്ന് പറയുന്നത്, ഓക്കെ, അതായത് അതിന്റെ സ്പാൻ ആണ് 25 മീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ L = 25 എന്നുള്ളത് ഈ ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായി. ഓക്കെ, നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഈ സസ്പെൻഷൻ കേബിൾ സപ്പോർട്ടഡ് അറ്റ് സെയിം ലെവൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം ലെവൽ എന്നുള്ള അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലെ. അതായത് സെയിം ലെവൽ ആണെന്നുള്ളത് നമുക്ക് ആ ഒരു സെന്റൻസ് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ചിലപ്പോൾ ഡിഫറെന്റ് ലെവൽ എന്ന് പറയണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ദ ലെഫ്റ്റ് സപ്പോർട്ട് ഈസ് 2.5 മീറ്റർ എബവ് ദ റൈറ്റ് സപ്പോർട്ട്. അപ്പം ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് റൈറ്റ് സപ്പോർട്ടിനേക്കാളും 2.5 മീറ്റർ കൂടുതലാണ്. അപ്പൊ നമുക്ക് ആ ഫിഗർ മനസ്സിൽ വരണം. ലെഫ്റ്റ് സൈഡ് ആണ് പൊന്തി നിൽക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ സപ്പോർട്ട് കൂടുതലാണ്. ഓക്കെ, എത്രയാ ഡിഫറൻസ്? റൈറ്റ് സപ്പോർട്ടിനേക്കാളുള്ള ആ ഒരു വ്യത്യാസം, റൈറ്റ് സപ്പോർട്ടും ലെഫ്റ്റ് സപ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണെന്നുള്ളതും നമുക്ക് ഈ ഒരു സെന്റൻസ് മനസ്സിലായി. ഓക്കെ, അതായത് ലെഫ്റ്റ് സപ്പോർട്ട് റൈറ്റ് സപ്പോർട്ടിനേക്കാളും കൂടുതലാണ്. അത് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് സപ്പോർട്ട് റൈറ്റ് സപ്പോർട്ടും തമ്മിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഹൈറ്റിലുള്ള വ്യത്യാസം 2.5 മീറ്റർ ആണ്. ഓക്കെ, ദ കേബിൾ ഈസ് ലോഡഡ് വിത്ത് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 10 kN/m. അപ്പൊ ഇവിടെ UDL വരുന്ന കേസ് തന്നെയാണ് അല്ലെ. UDL വരുന്ന കേസിലാണ് നമ്മൾ ഫസ്റ്റ് എന്ത് നോക്കിയത്? സെയിം ലെവൽ സപ്പോർട്ട്സ് വരുന്ന നോക്കിയത്. ഓക്കെ, ഇത് ഡിഫറെന്റ് ലെവൽ ആ UDL വരുന്ന കേസ് തന്നെയാണ്. അപ്പം ഇവിടെ W എന്ന് പറയുന്നത് 10 kN/m ആണ് UDL. ഓക്കെ, ത്രൂ ഔട്ട് ദ സ്പാൻ. ദ മാക്സിമം ഡിപ്പ് ഇൻ ദ കേബിൾ ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട് ഈസ് 4 മീറ്റർ. ഓക്കെ, അതായത് മാക്സിമം ഡിപ്പ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? അതായത് സെന്റർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും അല്ലെ. ആ സസ്പെൻഷൻ കേബിളിന്റെ അതായത് C എന്ന് പറയുന്ന പോയിന്റ്, നമ്മൾ ആ ഫിഗറിൽ കൺസിഡർ ചെയ്തിട്ടുള്ള C എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മാക്സിമം ഡിപ്പ് വരിക. ആ മാക്സിമം ഡിപ്പ് ഫ്രം ദ ലെഫ്റ്റ് സപ്പോർട്ട് എന്നുള്ള മാക്സിമം ഡിപ്പ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഓക്കെ, ലെഫ്റ്റ് സപ്പോർട്ട് എന്നുള്ള മാക്സിമം ഡിപ്പ് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അപ്പം ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് സപ്പോർട്ട് എന്നുള്ള ആ മാക്സിമം ഡിപ്പ് ഓക്കെ 4 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? D1 D2 നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ കണ്ടുപിടിക്കാലോ. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഡിപ്പ് D1 ആയിട്ടും റൈറ്റ് സൈഡിലുള്ള ഡിപ്പ് D2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഡിപ്പാണ്, അതായത് D1 ആണ് 4 മീറ്റർ. ഓക്കെ, ഇനി D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതായത് ലെഫ്റ്റ് സപ്പോർട്ടിനേക്കാളും 2.5 മീറ്റർ താണിട്ടാണ് റൈറ്റ് സപ്പോർട്ട് വരുന്നത്. 2.5 മീറ്റർ താണിട്ട് എന്ന് പറയുമ്പോൾ ആ ഡിപ്പ് മാക്സിമം ഡിപ്പ് ഫ്രം റൈറ്റ് സപ്പോർട്ട് എന്നുള്ള ഡിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ 4 മീറ്റർ ആണ്. ഓക്കെ, മാക്സിമം ഡിപ്പ്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ളത് എത്രയാണ്? ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അപ്പൊ 4 - 2.5 ആയിരിക്കും, അതായത് 1.5 അല്ലെ. 1.5 ആയിരിക്കും D2 എന്ന് പറയുന്നത്. ഓക്കെ, അതും നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ അകത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ D1 D2 നമുക്ക് കിട്ടി. ഓക്കെ, ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം ടെൻഷൻ ഇൻ ദ കേബിൾ. അപ്പം ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമവും മിനിമവും ആയിട്ടുള്ള ടെൻഷൻ ആണ്. അപ്പൊ മിനിമം ടെൻഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഓൾറെഡി അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. അത് തന്നെയായിരിക്കും മിനിമം ടെൻഷൻ. അപ്പൊ അതിന്റെ കാര്യത്തിലുള്ള ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം. പിന്നെ മാക്സിമം ടെൻഷന്റെ കേസാണ്. അപ്പൊ മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? TA ആൻഡ് TB നമുക്ക് കണ്ടുപിടിക്കാം. ആ TA TB കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? √VA² + h² ആണ് TA. അതുപോലെ TB എന്ന് പറയുന്ന √VB² + h² ആണ്. ഇതിൽ ഏതാണോ വലുത് അതാണ് മാക്സിമം ടെൻഷൻ. ഓക്കെ, ഇനി നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് L എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. D1 എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഓക്കെ, D2 എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. ആൻഡ് W 10 kN/m. Tmax Tmin നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് റൈറ്റ് സപ്പോർട്ടിനേക്കാളും 2.5 മീറ്റർ മേലെയാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ഫിഗർ വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സെന്റൻസിന്റെ അകത്തുനിന്ന്. അപ്പൊ ഈ രീതിയിൽ വരയ്ക്കാം. ലെഫ്റ്റ് സപ്പോർട്ട് റൈറ്റ് സപ്പോർട്ടിനേക്കാളും കുറച്ച് ഉയരത്തിലുള്ള രീതിയിൽ നമുക്ക് ഇത് വരയ്ക്കാം ഫസ്റ്റ് തന്നെ കേൾക്കുമ്പോൾ. അതുപോലെ ഈ ലെഫ്റ്റ് സപ്പോർട്ട് എന്നുള്ള റൈറ്റ് സപ്പോർട്ട് എന്നുള്ള
വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ലെഫ്റ്റ് സപ്പോർട്ടിലേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തമ്മിലുള്ള ഡിഫറൻസ് 2.5 മീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത്, അതായത് ഈ സപ്പോർട്ടുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നാല് നമുക്ക് ഈ മാക്സിമം ഡിപ്പ് വരുന്ന സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകൾ രണ്ട് സപ്പോർട്ടിന് എത്രയാണെന്നുള്ള അറിയില്ല. അപ്പൊ നമ്മൾ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് സെന്ററിൽ കൺസിഡർ ചെയ്തിട്ട് ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് L1 ഉം ഓക്കെ റൈറ്റ് സപ്പോർട്ട് എന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് L2 എന്നുള്ളത് മാർക്ക് ചെയ്തു. ഓക്കെ, കാരണം L1 L2 നമുക്ക് ആവശ്യമാണ്, എന്നാലേ നമുക്ക് അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ലോഡിന്റെ കേസ് അല്ലെ. അപ്പം പാരബോളിക് ആയിട്ടുള്ള ഈ ഒരു രണ്ട് ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ കേബിളിൽ UDL നമ്മൾ ഇതുപോലെ ഏരോ മാർക്ക് ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തു 10 kN/m ഓൾ ത്രൂ ദ സ്പാൻ. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ഓക്കെ, A-B സപ്പോർട്ട്, അതിൽ വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആൻഡ് ടെൻഷൻ അത് മാർക്ക് ചെയ്തു. ഹൊറിസോണ്ടൽ റിയാക്ഷൻ സെയിം ആയതുകൊണ്ട് ഞാൻ ഇവിടെ H എന്നിട്ടുള്ളൂ, H എന്നിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ ഇവിടെ VB, TB ആൻഡ് H. ഓക്കെ, അപ്പം ഫിഗർ ഏകദേശം നമ്മൾ വരച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പം പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഫിഗറിന്റെ അകത്ത് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തി. ഇനി D2ന്റെ കേസ് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് ഇവിടം തൊട്ട് ലെഫ്റ്റ് സപ്പോർട്ടിന്ന് മാക്സിമം ഡിപ്പ് വരുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം ഡിപ്പ് ഓക്കെ എന്ന് പറയുന്നത് 4 മീറ്റർ ആണെന്ന് തന്നു. അപ്പം ഇവിടം തൊട്ട് ഇതുവരെ 4 മീറ്റർ ആണ്. ഇവിടം തൊട്ട് B വരെ 2.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ടോട്ടൽ 4 - 2.5 ചെയ്താൽ ബാക്കിയുള്ളത് കിട്ടും. അതാണ് നമ്മുടെ D2. അതായത് റൈറ്റ് സപ്പോർട്ടിന്ന് മാക്സിമം ഡിപ്പ് ഉള്ള പോയിന്റിലേക്കുള്ള അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള മാക്സിമം ഡിപ്പ് എന്ന് പറയുന്നത് D2 ആണ്. ദാറ്റ് ഈസ് 1.5 മീറ്റർ. ഓക്കെ, റൈറ്റ് സപ്പോർട്ട് എന്നുള്ള മാക്സിമം ഡിപ്പ് ദാറ്റ് ഈസ് 4 - 2.5 1.5 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് വരച്ചിരിക്കുന്ന ഫിഗർ. ഓക്കെ, ഗിവൺ ഡാറ്റ നമ്മൾ എഴുതി, ഫിഗറും നമ്മൾ വരച്ചു. ഓക്കെ, സ്റ്റെപ്പ് 1 ഫൈൻഡ് L1 ആൻഡ് L2 ആണ്. നമുക്കിപ്പം റിയാക്ഷൻസ്, വെർട്ടിക്കൽ റിയാക്ഷൻസോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻസോ ഒക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് L1 L2 വാല്യൂ ആവശ്യമാണ്. ഓക്കെ, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ടത്, ഇപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഏത് ക്വസ്റ്റ്യൻ ആയാലും ഓക്കെ ഏത് സബ്ജക്ട് ആയാലും ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കുക. അപ്പൊ ടെൻഷൻ ആണ് അല്ലെ, അതായത് മാക്സിമം ടെൻഷൻ ആണ്, അതുപോലെ മിനിമം ടെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ മാക്സിമം ടെൻഷൻ എന്ന് പറയുമ്പോൾ ഈ കേസിൽ TA ഓർ TB ആണെന്നുള്ള മനസ്സിലേക്ക് വരണം. അപ്പൊ TA TB ആണെങ്കിൽ TA അല്ലെങ്കിൽ TBന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന √VA² + H² ആണെന്നുള്ളത് മനസ്സിലേക്ക് വരണം. ഓക്കെ, അപ്പം √VA² + H² ആണെങ്കിൽ VA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ആലോചിക്കുക. അപ്പൊ W × L1 ആണ്. ഓക്കെ, H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നുള്ള ആലോചിക്കാം. അപ്പം അത് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ വാല്യൂലേക്ക് എത്താം. അപ്പൊ അതില് നമുക്ക് കാണാവുന്ന ടേംസ് ആണ് L1 ആൻഡ് L2 അല്ലെ. ആ ഇക്വേഷനിലൊക്കെ കാണാവുന്ന ടേം ആണ് L1 L2. അപ്പം L1 L2 ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ L1 L2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് റിലേഷൻഷിപ്പ് അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് L1/L2 √D1/D2 എന്നുള്ള ആ ഒരു ഇക്വേഷൻ, അതൊരു റിലേഷൻഷിപ്പ്. അപ്പൊ L1 L2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് അതിന്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സ്പാൻ ആണ്. L എന്ന് പറയുന്നത് എന്താണ്, L1 + L2 എന്നുള്ളത് നമ്മൾ ആ ഡെറിവേഷനിൽ പഠിച്ചു അല്ലെ, അല്ലെങ്കിൽ ആ തിയറി പോർഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ അതിൽ പഠിച്ചിരുന്നു. ടോട്ടൽ സ്പാൻ ഓഫ് ദ സസ്പെൻഷൻ കേബിൾ സപ്പോർട്ടഡ് അറ്റ് ഡിഫറെന്റ് ലെവൽ എന്ന് പറയുന്നത് L ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു L1 + L2 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പം ഇവിടെ L1 + L2 = L എന്ന് പറയുമ്പോൾ Lന്റെ വാല്യൂ 25 ആണ് അല്ലെ. അതിന്റെ ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു റിലേഷൻഷിപ്പ് എഴുതാം. L1 + L2 = 25. ഓക്കെ, ഫസ്റ്റ് നമ്മൾ L1/L2 = √D1/D2. ഓക്കെ, ആ റിലേഷൻഷിപ്പില് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. D1ന്റെ വാല്യൂ 4ഉം D2ന്റെ വാല്യൂ 1.5 ആണ്. അപ്പൊ L1/L2 = √4/1.5 എന്ന് കിട്ടും. ഇനി ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1.6329 എന്നായിരിക്കും. അപ്പൊ L1/L2 = 1.6329. അപ്പൊ L1 = L2 × 1.6329. ഓക്കെ, അപ്പൊ L1 = 1.6329 L2 ഒരു റിലേഷൻഷിപ്പ് ആയി. L1 L2 തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. രണ്ടാമത്തെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു L1 + L2 = 25 ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് റിലേഷൻഷിപ്പ് ആയി. ഇനി നമുക്ക് ഈ 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ L1ന്റെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് 1.6329 L2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
നമുക്ക് L2ന്റെ വാല്യൂ കിട്ടും. L2ന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ ആ L2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L1 കിട്ടും. സിമ്പിൾ ആണ്. അപ്പൊ ജസ്റ്റ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ ഇക്വേഷൻ നമ്പർ 2 L1ന്റെ സ്ഥാനത്ത് 1.6329 L2 എന്ന് പറഞ്ഞ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് L1 ഇൻ ഇക്വേഷൻ നമ്പർ 2, ദാറ്റ് ഈസ് 1.6329 L2 പ്ലസ് L2 ഈസ് ഈക്വൽ ടു 25. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.6329 L2 എന്ന് പറഞ്ഞു. 1.6329 പ്ലസ് 1 അല്ലെ L2, ദാറ്റ് ഈസ് 2.6329 L2 എന്നുള്ളതാണ് ഈക്വൽ ടു 25. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ L2 ഈസ് ഈക്വൽ ടു 9.495 മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, 9.495 മീറ്റർ. അപ്പൊ നമുക്ക് L2 കിട്ടി. അപ്പൊ L2 L1 തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? L1ന്റെ വാല്യൂ കൂടി കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ ഇക്വേഷനിൽ കൊടുക്കുകയാണ് L1 ഈസ് ഈക്വൽ ടു 25 മൈനസ് L2. അപ്പൊ 25 മൈനസ് L2 എന്ന് പറയുന്നത് 9.495 ആണ്. ദാറ്റ് ഈസ് 15.505 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എനിക്ക് L1 കിട്ടി, L2 കിട്ടി. L1 എന്ന് പറയുന്നത് 15.505 മീറ്റർ ആണ്. L2 എന്ന് പറയുന്നത് 9.495 മീറ്റർ ആണ്. അപ്പൊ L1 L2 കിട്ടി കഴിഞ്ഞാൽ ഇനി എനിക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസും ഹൊറിസോണ്ടൽ റിയാക്ഷൻസും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസ് ആണ്. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ VA is equal to W into L1 ആണ്. VA is equal to W into L1. അപ്പൊ W എന്ന് പറയുന്നത് എന്താ? 10 ആണ് അല്ലെ, UDL 10 ആണ്. L1 എന്ന് പറയുന്നത് 15.505 ആണ്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ 155.05 കിലോ ന്യൂട്ടൺ നമുക്ക് VA കിട്ടും. VA is equal to 155.05 കിലോ ന്യൂട്ടൺ എന്നുള്ളതാണ്. ഓക്കെ, ഇനി VB എന്ന് പറയുന്ന W into L2 ആണ്. L2ന്റെ വാല്യൂ 9.495 ആണ്. L2ന്റെ വാല്യൂ അപ്പൊ 10 into 9.495 ദാറ്റ് ഈസ് 94.95 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഓക്കെ, VA എന്ന് പറയുന്ന W into L1 ആണ്. VB എന്ന് പറയുന്ന W into L2 ആണ്. അപ്പൊ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് VA 155.05 കിലോ ന്യൂട്ടണും VB 94.95 കിലോ ന്യൂട്ടണും കിട്ടി. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷൻസ് ആയി. ഓക്കെ, ഇനി നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാം. ടെൻഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് വെർട്ടിക്കൽ റിയാക്ഷൻ പ്ലസ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണല്ലോ അല്ലെ, നമ്മൾ ആ ഫിഗർ പ്രകാരം നമ്മൾ പഠിച്ചു. അപ്പം സ്റ്റെപ്പ് 3 ഹൊറിസോണ്ടൽ റിയാക്ഷന്റെ ഇക്വേഷൻ W into L1 square by 2D1 അല്ലെങ്കിൽ W into L2 square divided by 2D2 ഏതിൽ ചെയ്യാം. ഏതിൽ ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ W എന്ന് പറയുന്ന 10 ആണ്. ഞാനിവിടെ L1 യൂസ് ചെയ്യാണ്, അതുപോലെ D1 യൂസ് ചെയ്യാണ്. അപ്പൊ W എന്ന് പറയുന്ന 10 ആണ്. L1 എന്ന് പറയുന്നത് 15.505 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 into D1ന്റെ വാല്യൂ 4. ഓക്കെ, അപ്പൊ 10 into 15.505 സ്ക്വയർ ഡിവൈഡ് ബൈ 2 into 4 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 300.50 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു കിട്ടും ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻസ് ആയി, ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആയി. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷൻ ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് L1 L2 കണ്ടുപിടിച്ചു. L1 L2 കണ്ടുപിടിച്ച എങ്ങനെയാ? റിലേഷൻഷിപ്പ് നമുക്കറിയാം. L1 by L2 is equal to root of D1 by D2. D1 D2 വാല്യൂ അവൈലബിൾ ആയിരുന്നു. അത് വെച്ചിട്ട് L1 is equal to ഒരു വാല്യൂ into L2 എന്നുള്ള രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവന്നു. ഈ രണ്ടാമത്തെ ഇക്വേഷൻ L1 plus L2 is equal to L. ഇവിടെ L1 plus L2 is equal to 25 ആണ്. ഓക്കെ, ആ ഇക്വേഷന്റെ അകത്ത് നമ്മൾ മുന്നേ ഫോം ചെയ്ത ആ റിലേഷൻഷിപ്പ് കൊണ്ടുവന്നപ്പം L2ന്റെ വാല്യൂ കിട്ടി. അത് വീണ്ടും ഏതെങ്കിലും ഒരു ഇക്വേഷൻ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L1ന്റെ വാല്യൂ കിട്ടും. അപ്പൊ L1 L2 കിട്ടിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ റിയാക്ഷൻസ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷനും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ റിയാക്ഷൻ 300.50 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഇനി മാക്സിമം ടെൻഷൻ Tmax എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 4. അപ്പൊ TA ഞാൻ ഫസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. TA is equal to root of PA square plus square. PA 155.05 square plus H square എന്ന് പറയുന്നത് 300.5 square. ഓക്കെ, അപ്പൊ റൂട്ട് ഓഫ് ഈ വാല്യൂ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 338.14 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടും PA. TB എന്ന് പറയുന്ന റൂട്ട് ഓഫ് PB സ്ക്വയർ പ്ലസ് H സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 94.95 സ്ക്വയർ പ്ലസ് 300.5 സ്ക്വയർ. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ TB വാല്യൂ ഈക്വൽ ടു 315.144 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞു. ഇതിലേതാ മാക്സിമം? 338.14 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് TA മാത്രം കണ്ടുപിടിച്ചാലും മതി. അതായത് VAയും VBയും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ VA വാല്യൂ ആണ് ഗ്രേറ്റർ, അതുകൊണ്ട് മാക്സിമം ടെൻഷൻ will be at A. ഓക്കെ, ദാറ്റ് ഈസ് TA is equal to root of PA square plus H square എന്ന് കണ്ടുപിടിക്കാം. കാരണം H രണ്ട് ഇക്വേഷനിൽ സെയിം ആണ് അല്ലെ.
രണ്ട് ഇക്വേഷനിൽ സെയിം ആണ്. വ്യത്യാസം വരുന്നത് ഈ വാല്യൂ ആണ്, വി ആൻഡ് വി ബി ആണ്. അപ്പൊ വലിയ വാല്യൂ ഇടുന്നതിനായിരിക്കും മാക്സിമം ടെൻഷൻ വരിക. അങ്ങനെ നമുക്ക് എഴുതിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതാ വലുതെന്നുള്ളത് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നിങ്ങൾ ഒരു വാല്യൂ മാത്രമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് പ്രത്യേകം അത് എടുത്ത് എഴുതണം. കാരണം ഇത് ഒന്ന് മാത്രം കണ്ടുപിടിക്കാൻ കാരണം വി എ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ വി ബി ആയതുകൊണ്ടാണെന്നുള്ളത് എടുത്ത് എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ രണ്ടും കണ്ടുപിടിച്ചിട്ട് അതിൽ ഗ്രേറ്റർ വാല്യൂ വി എ ടി എ ആണെന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ കിട്ടി. ടി മാക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടിലും വലുത് 338.14 ആണ്. അപ്പൊ ടി മാക്സ് ഈസ് ഈക്വൽ ടു 338.14 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇനി ടി മിനിമം എന്താന്നുള്ളത് നമുക്കറിയാം, ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ മിനിമം ടെൻഷൻ ടി മിനിമം, അതാണ് സ്റ്റെപ്പ് 5. മിനിമം ടെൻഷൻ വിൽ ഒക്കർ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഇൻ ദ കേബിൾ സി, ദാറ്റ് ഈസ് എച്ച് ഇറ്റ്സെൽഫ്. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ആണ് മിനിമം ടെൻഷൻ. അപ്പൊ സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷന്റെ ഡയറക്ഷൻ നോക്കിയാൽ അത് ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ടി മിനിമം എന്ന് പറയുന്നത് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ആണ്. അതായത് സി എന്ന് പറയുന്ന പോയിന്റ് ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ തന്നെയാണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. ഓക്കെ, therefore ടി മിനിമം ഈസ് ഈക്വൽ ടു 300.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടും കണ്ടുപിടിച്ച് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ടി മാക്സ് ഈസ് ഈക്വൽ ടു 338.14 കിലോ ന്യൂട്ടൺ ആൻഡ് ടി മിനിമം ഈസ് ഈക്വൽ ടു 300.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ രീതിയിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എ സസ്പെൻഷൻ കേബിൾ ഓഫ് ഹൊറിസോണ്ടൽ സ്പാൻ 95 meter is supported at two different levels. അപ്പം ഹൊറിസോണ്ടൽ സ്പാൻ 95 meter supported at two different levels. അപ്പം ഇതിന്റെ അകത്ത് രണ്ട് ഡിഫറെന്റ് ലെവലാന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ തന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. രണ്ടും ഡിഫറെന്റ് ലെവലാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സെയിം ലെവൽ ആണെങ്കിൽ സെയിം ലെവൽ എന്ന് പറയും. ചിലപ്പോൾ ഡിഫറെന്റ് ലെവലിന്റെ കേസിൽ ഇങ്ങനെ സെന്റൻസിൽ തരണം എന്നില്ല. ഓക്കെ, ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിരിക്കും തരിക. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റണം. ഇത് രണ്ടും ഡിഫറെന്റ് ലെവലിൽ വരുന്ന കേസാന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദ റൈറ്റ് സപ്പോർട്ട് ഈസ് ഹയർ ദാൻ ദ ലെഫ്റ്റ് സപ്പോർട്ട് ബൈ 4 meter. അപ്പൊ ഇവിടെ റൈറ്റ് സപ്പോർട്ട് ആണ് ഉയർന്നു നിൽക്കുന്നത് ലെഫ്റ്റ് സപ്പോർട്ടിനേക്കാളും അല്ലെ. അപ്പൊ എത്രയാണ് ആ രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 meter ആണ്. അതായത് ലെഫ്റ്റ് സപ്പോർട്ടിനേക്കാളും 4 meter ഉയരത്തിലാണ് റൈറ്റ് സപ്പോർട്ട് ഉള്ളത്. The dip to the lowest point of the cable below the left support is 5 meter. അപ്പം ലെഫ്റ്റ് സപ്പോർട്ട് ലോവസ്റ്റ് പോയിന്റ് ആണല്ലോ. അതായത് രണ്ട് സപ്പോർട്ടിൽ താഴ്ന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ലെഫ്റ്റ് സപ്പോർട്ട് ആണ്. അപ്പൊ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് ലോവസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിപ്പ് എന്ന് പറയുന്നത് 5 meter ആണ്. അപ്പം ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് ലോവസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിപ്പ് 5 meter ആണെങ്കിൽ D1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റ് സപ്പോർട്ടിനേക്കാളും 4 meter ഉയർന്നിട്ടാണ് റൈറ്റ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ ലോവസ്റ്റ് പോയിന്റ് നിന്ന് റൈറ്റ് സപ്പോർട്ടിലേക്കുള്ള ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 + 4 ആയിരിക്കും, 9 ആയിരിക്കും അല്ലെ. അപ്പൊ D2 എന്ന് പറയുന്നത് 9 ആയിരിക്കും ആൻഡ് D1 5 ആണ്. The cross sectional area of the cable is 3500 mm². അപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ, കേബിളിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 3500 mm² ആണ്. യൂണിറ്റ് mm² നോക്കാം. Find the uniformly distributed load that can be carried by the cable if the maximum stress is limited to 600 Newton/mm². ഓക്കെ, അപ്പം ഈ ഒരു സസ്പെൻഷൻ കേബിളിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം UDL ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് സ്ട്രെസ് ഈ ഒരു പർട്ടിക്കുലർ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ കേബിളിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ആ കേബിളിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് 600 Newton/mm²നേക്കാളും കൂടാത്ത രീതിയിൽ അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം UDL എന്താന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ലോഡ് അവിടെ ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് 600 Newton/mm²നേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏരിയ 3500 mm²ലാണ്, സ്ട്രെസ് Newton/mm² ആണ്. അപ്പൊ രണ്ടും mm² ആണ്. അതുപോലെ ഈ ഡിസ്റ്റൻസുകളൊക്കെ അല്ലാതെ തന്നിരിക്കുന്ന മീറ്ററിലാണ്. അപ്പൊ അതൊരു ക്ലാഷ് വരാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും. അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അല്ലാതെ ചെയ്യാണ്, കാരണം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലെ. അപ്പം ഏരിയ ഇൻറ്റു സ്ട്രെസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അപ്പം Newton/mm²ഉം mm² തമ്മിൽ ക്യാൻസൽ ആയി പോകും. പിന്നെ ലോഡ് നമ്മൾ W എന്ന് അസ്യൂം ചെയ്യുന്നതുകൊണ്ട് കിലോ ന്യൂട്ടൺ ആണോ ന്യൂട്ടൺ ആണോ എന്നുള്ളതൊന്നും നമ്മൾ അതിൽ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ
നമുക്ക് കിട്ടുന്ന ആൻസർ ന്യൂട്ടണിൽ കിട്ടും. ബാക്കിയുള്ള ലെങ്ത്തിന്റെ ടേംസ് മീറ്ററിന്റെ ടേംസിലായതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ബാക്കിയുള്ള ടേംസ് മീറ്ററിലായതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ടേംസിലായിരിക്കും യൂഡിയൽ ആയതുകൊണ്ട് കിട്ടുക. ഓക്കെ, അതായത് mm² ക്യാൻസൽ ആയിപ്പോ. നമുക്ക് നോക്കാം, ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഗിവൺ ഡാറ്റ ഇതാണ്. എൽ എന്ന് പറയുന്നത് അതിന്റെ ഹൊറിസോണ്ടൽ സ്പാൻ അല്ലെ, ഇവിടെ മുതൽ ഇതുവരെ രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പാൻ 95 മീറ്റർ ആണ്. അതുപോലെ D1 5 മീറ്റർ ആണ്. അത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് ആ ലോവസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിപ്പ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് D1. ഇനി അതുപോലെ ലെഫ്റ്റ് സപ്പോർട്ട് റൈറ്റ് സപ്പോർട്ട് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്ന 4 മീറ്റർ ആണ്. അപ്പം D2 എന്ന് പറയുന്നത് 9 ആണ്. 4+5 അല്ലെ, അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള UDL ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. W പെർ മീറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു, W എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഇതാ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് തന്നെ ഞാനിവിടെ W എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ഓക്കെ, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സെന്ററിലേക്ക്, സെന്റർ അല്ല, രണ്ട് ഡിഫറെന്റ് ലെവലിലുള്ള സെന്റർ എന്ന് പറയരുത്. അതായത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L1 ആണ്, ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന്. അതുപോലെ തന്നെ റൈറ്റ് സപ്പോർട്ടിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് L2 ആണ്. സെയിം ലെവലിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെന്റർ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഇതിപ്പോ സെയിം ലെവൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ലോവസ്റ്റ് പോയിന്റ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പം L1 L2 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 95 മീറ്റർ ടോട്ടൽ സ്പാൻ. അതുപോലെ സപ്പോർട്ടിൽ VA DAH. ഓക്കെ, അതുപോലെ ഇവിടെ B എന്ന് പറയുന്ന സപ്പോർട്ടിൽ DB TB ആൻഡ് H മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 3500 mm² ആൻഡ് സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു 600 Nm/mm². അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡിഫറെന്റ് ലെവലിൽ വരുന്നതിൽ L1 L2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ആ W എഴുതിയത് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെന്റൻസിൽ എഴുതുകയാണ്. ലെറ്റ് W be the uniformly distributed load acting on the suspension cable. ഓക്കെ, അപ്പം ഈ സസ്പെൻഷൻ കേബിളിൽ ആക്ട് ചെയ്യുന്ന UDL W എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യണം. അപ്പൊ W ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി സ്റ്റെപ്പ് 1 ഫൈൻഡ് L1 and L2. L1 L2 കണ്ടുപിടിക്കണം. അപ്പൊ L1/L2 is equal to root of D1/D2. അപ്പൊ D1 എന്താ D2 എന്താണെന്ന് അറിയാം. D1 5 ആണ്, D2 9 ആണ്. അപ്പൊ L1/L2 is equal to root of 5/9. അപ്പം root of 5/9 എന്ന് പറയുന്ന 0.745 ആണ്. അപ്പൊ L1 is equal to L2 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 0.745 into L2 ആവും. L1 is equal to 0.745 L2. ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തത് L1 plus L2 is equal to L. ഇവിടുത്തെ ഹൊറിസോണ്ടൽ സ്പാൻ എന്ന് പറയുന്നത് 95 ആണ്, 95 മീറ്റർ ആണ്. അപ്പൊ L1 plus L2 is equal to 95. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഈ ഇക്വേഷൻ നമ്പർ 2ന്റെ അകത്ത് L1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് L1 into that is 0.745 L2 plus L2 is equal to 95. L1 ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പൊ 1.745 L2 is equal to 95 എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ L2 എന്ന് പറയുന്നത് 54.44 എന്ന് പറഞ്ഞു കിട്ടും. L1 എന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ 95 minus L2, that is 95 minus 54.44, that is 40.56 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ L1 40.56 മീറ്ററും L2 54.44 മീറ്ററും ആണ്. അപ്പൊ സ്റ്റെപ്പ് 1 ഇവിടെ കഴിഞ്ഞു. നമ്മൾ L1 L2 വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ L1 L2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും കണ്ടുപിടിക്കാം. എന്നാൽ ഇവിടെ ലോഡ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് W എന്ന് പറയുന്ന ടേം ഇതിലെല്ലാം വെർട്ടിക്കൽ റിയാക്ഷനിലും ഹൊറിസോണ്ടൽ റിയാക്ഷനിലൊക്കെ W എന്ന് പറഞ്ഞു തന്നെ കിടക്കും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആ ഒരു സ്ട്രെസ്സും ഏരിയ ഒക്കെ കൂടി വരുന്ന ആ ഒരു ഇക്വേഷനിൽ മാത്രമാണ് നമുക്ക് ഈ W കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. സ്റ്റെപ്പ് 2 വെർട്ടിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, VA is equal to W into L1. അപ്പം L1 വാല്യൂ 40.56 ആണ്. W ആയിട്ട് തന്നെ വരുമ്പോൾ 40.56 W എന്ന് പറഞ്ഞു കിട്ടും VA. VB എന്ന് പറയുന്ന W into L2 ആണ്, that is 54.44 W. ഓക്കെ, സ്റ്റെപ്പ് 3 ഹൊറിസോണ്ടൽ റിയാക്ഷൻ. H is equal to WL1 square divided by 2D1 അല്ലെങ്കിൽ WL2 square divided by 2D2. ഏത് വേണമെങ്കിലും കൊടുത്താൽ രണ്ട് സെയിം തന്നെ ആയിരിക്കും. That is 164.51 W എന്ന് പറഞ്ഞു കിട്ടും H. ഹൊറിസോണ്ടൽ റിയാക്ഷൻ 164.51 W. ഇപ്പൊ വെർട്ടിക്കൽ റിയാക്ഷനുമായി ഹൊറിസോണ്ടൽ റിയാക്ഷനുമായി. ഓക്കെ, ഇനി നമുക്ക് ആ കേബിളിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ലോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേബിളിൽ വരുന്ന മാക്സിമം ടെൻഷൻ എത്രയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം അല്ലെ.
അപ്പൊ കേബിളിൽ വരുന്ന മാക്സിമം ടെൻഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് വി എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറും അതുപോലെ റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറും ചെയ്തിട്ട് ഏതാണോ വലുത് അതായിരിക്കും മാക്സിമം ടെൻഷൻ എന്നുള്ള രീതിയിൽ എടുക്കണം കേബിളിൽ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഡബ്ല്യു ആയതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഒന്നും ഇവിടെ കിട്ടില്ലല്ലോ. ഡബ്ല്യു എന്നുള്ള ടേംസ് തന്നെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ വലുത് ഏതാന്നുള്ളത് നമുക്ക് എഴുതിയിട്ട് കണ്ടുപിടിക്കാം. ഇനി വാല്യൂ ഉള്ളതാണെങ്കിൽ നമ്മൾ ആ സെന്റൻസ് എഴുതിയിട്ട് കണ്ടുപിടിക്കണം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, അതായത് അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യണം. ഇന്നത് വി ബി ആണ് ഇതിൽ വലുത്, കാരണം ടി ബി ആണ് ഇതിൽ വലുത് വരിക, കാരണം ബി ബി ഇ എനേക്കാളും വലുതാന്നുള്ള റീസൺ എഴുതിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വി ബി ആണ് വലുത് അല്ലെ, 54.44 ഡബ്ല്യു ആണ് വി ബി വരുന്നത്. അപ്പം ടി ബി ആയിരിക്കും വലുത് എന്നുള്ളത് നമുക്കറിയാം, അതായിരിക്കും ടി മാക്സ് വരിക. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 4 മാക്സിമം ടെൻഷൻ ടി മാക്സ്. ദ മാക്സിമം ടെൻഷൻ വിൽ ഒക്കർ അറ്റ് ദ റൈറ്റ് സപ്പോർട്ട് അല്ലെ, റൈറ്റ് സപ്പോർട്ടിലാണ് ഒക്കർ ചെയ്യുക, കാരണം വി ബി ഈസ് ഗ്രേറ്റർ ദാൻ വി എ. അപ്പൊ മാക്സിമം ടെൻഷൻ ടി മാക്സ് ഈസ് ഈക്വൽ ടു ടി ബി ആയിരിക്കും. അപ്പൊ ടി മാക്സ് ഈസ് ഈക്വൽ ടു ടി ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 54.44 ഡബ്ല്യു സ്ക്വയർ പ്ലസ് 164.51 ഡബ്ല്യു സ്ക്വയർ. ഓക്കെ, അത് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 173.28 ഡബ്ല്യു എന്ന് പറഞ്ഞു കിട്ടും. 54.44 സ്ക്വയർ പ്ലസ് 164.51 സ്ക്വയർ. ഓക്കെ, അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡബ്ല്യു സ്ക്വയർ ഡബ്ല്യു ആയി മാറും. ഈ ടേം സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 173.28 ഡബ്ല്യു എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ മാക്സിമം ടെൻഷൻ എന്ന് പറയുന്നത് 173.28 ഡബ്ല്യു ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടി മാക്സ് കിട്ടും. അപ്പം ഈ കേബിളിൽ വരുന്ന മാക്സിമം ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആ സ്ട്രെസ് ഇൻടു ഏരിയ, ഓക്കെ, സ്ട്രെസ് ഇൻടു ഏരിയ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ റിലേഷൻഷിപ്പിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സ് ദാറ്റ് ഈസ് ടെൻഷൻ ടി മാക്സ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 5 യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ടി മാക്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻടു ഏരിയ, അല്ലെങ്കിൽ ടി മാക്സ് എന്ന് പറയുന്ന ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ ഈസ് ഈക്വൽ ടു സ്ട്രെസ്, അത് തന്നെയാണ്. അപ്പം ടി മാക്സ് എന്ന് പറയുന്നത് 173.28 ഡബ്ല്യു ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻടു ഏരിയ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെസ് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ്, ഏരിയ എം എം സ്ക്വയറിലാണ്. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ ന്യൂട്ടന്റെ ടേംസിലാണ് കിട്ടുക. ഓക്കെ, അതായത് ന്യൂട്ടൺ പെർ എം എം സ്ക്വയറും ഇൻടു എം എം സ്ക്വയറും, ഒന്നില് ഡിവൈഡഡ് ബൈ എം എം സ്ക്വയർ ആണ്, ഒന്നിൽ എം എം സ്ക്വയർ ആണ്. അപ്പം രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടണിലേക്കാണ് ഇവിടെ ടെൻഷൻ കിട്ടുക. ഓക്കെ, അതായത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഓക്കെ, അതായത് എം എം സ്ക്വയർ ക്യാൻസൽ ആയി പോകും. അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മീറ്റർ ഒന്നും ഇതിന്റെ അകത്ത് വരുന്നതേ ഇല്ല ഈ ഒരു കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത്. അപ്പൊ അത് ക്യാൻസൽ ആയിട്ട് ന്യൂട്ടൺ എന്നുള്ള രീതിയിലാവും. പിന്നെ നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, ആദ്യമേ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ കൂടി. ഓക്കെ, അപ്പൊ ടി മാക്സിന്റെ വാല്യൂ 173.28 ഡബ്ല്യു ഈസ് ഈക്വൽ ടു 600 ഇൻടു 3500. അപ്പം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 173.28 ഡബ്ല്യു ഈസ് ഈക്വൽ ടു 210000 എന്നുള്ള രീതി കിട്ടും. പിന്നെ അത് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഈ വാല്യൂ ഡിവൈഡ് ബൈ 173.28 ദാറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 12119.113 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞാൽ കിട്ടുക. കാരണം ഈ ടേമിലെല്ലാം നമ്മൾ ഡിസ്റ്റൻസ് മീറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. 173.28 ഡബ്ല്യു എന്നുള്ളതിൽ നമ്മൾ L1 L2 ഒക്കെ മീറ്ററിലാണ്. ഓക്കെ, അത് ഇപ്പോഴാണ് ഇതിലേക്ക് വന്ന് മീറ്റ് ചെയ്യുന്നത്. മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു, ഇത് ക്യാൻസൽ ആയി പോവുകയും ചെയ്തു. ഓക്കെ, പെർ മില്ലിമീറ്റർ സ്ക്വയറും ഇൻറ്റു മില്ലിമീറ്റർ സ്ക്വയറും രണ്ടും അത് ക്യാൻസൽ ആയി. പിന്നെയാണ് ഈ മീറ്റർ വരുന്ന ടേംസ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ലോഡിന്റെ ടേം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ന്യൂട്ടണിലായി കിട്ടിയത്. ഇവിടെ മീറ്ററിന്റെ ടേം ഇപ്പുറത്തേക്ക് വരുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ലോഡ് കിട്ടുക. ഓക്കെ, ലോഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു 12119.13 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ ഇത് കിലോ ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 10⁻³ ആണ്. ദാറ്റ് ഈസ് 12.119 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് ഈ ഒരു സസ്പെൻഷൻ കേബിളിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം UDL. അതായത് സ്ട്രെസ് 600 ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിൽ എക്സീഡ് ചെയ്യാത്ത രീതിയിൽ ഇതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം UDL എന്ന് പറയുന്ന 12.119 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ളതാണ്.